ഞാൻ തിരുവാങ്കുളത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടതാണ്. ഞാൻ 2021 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ അന്ന് എനിക്ക് രാത്രിയിൽ മാതാവ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. മാതാവിനെ സ്വപ്നത്തിൽ ഞാൻ കണ്ടു. ഈ ഒരു സിൽവർ കളർ ഗ്രേയിലുള്ള മാതാവിനെ കണ്ടത്. അപ്പം മാതാവ് കൃപാസനം എന്ന് പറഞ്ഞ് അതിൽ എഴുതി കാണിക്കുകയും ചെയ്ത്. അപ്പം ആദ്യമായിട്ടത് ഞാനത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് മാതാവ് എനിക്കത് കാണിച്ചത്. കാരണം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു നിയോഗം ഞാനതിൽ സമർപ്പിച്ചായിരുന്നു. അത് എനിക്കൊരു ജോലിയായിരുന്നു. അത് ഗവൺമെൻറ് ജോലി. അത് അന്ന് തന്നെ മാതാവ് അത് രാത്രിയിൽ എനിക്ക് ആ ഒരു സ്കൂളാണ് കാണിച്ചു തന്നത്. അത് വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ അവിടെ ചെന്ന് നിൽക്കുകയും അതെന്നെ കാണിച്ചു തരികയും ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ അത് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഇതാക്കില്ല. കാരണം അത് ഒരിക്കലും നടക്കില്ല. കാരണം ഞാനൊരു PSC ഒന്നും എഴുതാത്ത ഒരാളാണ്. അപ്പം ഞാൻ പിന്നീട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അവിടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ഇനി അങ്ങനെ വല്ലതും ആയിരിക്കുമോ എന്നോർത്ത് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാതാവ് ഇനി കൗൺസിലർ വല്ലതും ആക്കാനായിട്ടാണെങ്കിൽ അങ്ങനെയൊന്നും വേണ്ടട്ടോ മാതാവേ, അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എന്താണേലും മാതാവേ അതെനിക്ക് വേണ്ടാട്ടോ എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതെനിക്കൊരു ജോലിയായിരുന്നു. അത് ഈ 6 മാസത്തിന് മുമ്പ് അതൊരു ഗവൺമെൻറ് സ്കൂളാണ്. അവർക്ക് നേരിട്ട് നിയമിക്കാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു വേക്കൻസി വന്നപ്പോൾ അവിടുത്തെ HM ഹസ്ബൻഡിനെ കാണുകയും ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, അപ്പോൾ അതിന് പറ്റി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വൈഫ് വരും, വേറെ ആരെയും നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അത് ഒരു 6 മാസത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പം നാളെ എന്നോട് അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. അത് വലിയൊരു സാക്ഷ്യമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. കാരണം ഒരു ഗവൺമെൻറ് ജോലി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഒരു PSC പോലും എഴുതാത്ത ഞാൻ, അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. മാതാവ് അന്ന് എന്നെ കാണിച്ചു തരികയും ഞാനത് വിശ്വസിക്കാതിരിക്കുകയും ചെയ്തു. നാളെ അത് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ അത് മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ആവണം എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യം പറയാനായിട്ട് എത്തിയത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് ചെറിയ ഒരു ശാരീരികമായിട്ടൊരു അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൾ 8ലും 9ലും പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഇതിൽ തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് അവൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നത്. അവൾ 8ലും 9ലും പഠിക്കാൻ പോകാത്ത കാരണം 10ൽ പഠിച്ചപ്പോൾ അവൾക്ക് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. എല്ലാം ഓൺലൈൻ ക്ലാസ് ആയത് കാരണം മാർക്കും എല്ലാം കുറവായിരുന്നു. 3ഉം 2ഉം മാർക്കൊക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ നിയോഗം ഞാൻ വെച്ചു. പക്ഷേ എക്സാം കഴിഞ്ഞു, മാർക്ക് വന്നപ്പോൾ അവൾക്കത് ഫുൾ A+ഓടുകൂടി അവൾ പാസ്സായി. അതും മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രം. കാരണം ഒന്നും തന്നെ അറിയില്ല. 8ലും 9ലും കണ്ടിന്യൂഷനായിട്ടാണ് 10ൽ വരുന്നത്. മാത്സ് ഒന്നും അറിയില്ല. അപ്പോഴും ഞാൻ സങ്കടപ്പെട്ടിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അവൾക്ക് അതുപോലെ എക്സാം എഴുതാൻ നേരത്ത് ഞാൻ കാശ് രൂപം കൊടുത്തു വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ എക്സാം എഴുതുന്ന സമയത്ത് അവൾ പറഞ്ഞു ഞാനല്ല എക്സാം എഴുതിയത്, അതുപോലെ തന്നെ എൻ്റെ കൂടെ ആരോ നടക്കുന്നതായി എനിക്ക് തോന്നണു എന്നൊക്കെ അവൾ പറഞ്ഞു. പക്ഷേ മാർക്ക് വന്നപ്പോൾ ഫുൾ A+ഓടുകൂടി പാസ്സായി. അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. പിന്നെ 3ാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ സഹോദരിയുടെ മോൾക്ക് വേണ്ടിയിട്ടാണ്. അവൾ ഇതുപോലെ തന്നെ +2 കഴിഞ്ഞപ്പോഴത്തേക്കും ഉപരിപഠനത്തിന് പോകാനായിട്ട് ഞങ്ങൾ ഒരുപാട് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ കസിൻസിനോടൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ജോലിയുള്ളവരൊക്കെ ഉണ്ട് കൂട്ടത്തിൽ, അവരുടെ അടുത്തൊക്കെ പറഞ്ഞു, അവളുടെ പഠനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞത് ഏറ്റവും ഫീസ് കുറഞ്ഞതെന്ന് പറയുമ്പോൾ മോൾക്ക് പഠിക്കാൻ പോകാനായിട്ട് ഇഷ്ടം ഏവിയേഷനായിരുന്നു. അപ്പോൾ അതിന് ഫീസൊക്കെ ഒരുപാടാകും. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഏറ്റവും ഫീസ് കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ലാബ് പഠിക്കാനായിട്ടാണ്, എന്നാൽ അങ്ങനെ പഠിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ആ മോള് ആകെ സങ്കടപ്പെട്ട് നിരാശയോടുകൂടി എന്നാൽ അതിന് പഠിക്കാം. അച്ഛനാണേലും ആർക്കും അങ്ങനെ സാമ്പത്തികമായിട്ട് ഇപ്പോൾ എനിക്കാണേലും അങ്ങനെ സഹായിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ലൈറ്റ് ക്യാൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ചേച്ചി എൻ്റെ സഹോദരി പേപ്പർ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അങ്ങനെ സാധാരണ അങ്ങനെ പേപ്പർ രാവിലെ നേരമൊന്നും അങ്ങനെ വായിക്കാത്തതാണ്, രാത്രിയിൽ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടേ പേപ്പർ വായിക്കുകയുള്ളൂ. അങ്ങനെ അന്ന് നോക്കിയപ്പോഴത്തേക്കും ഇതിലൊരു ഈ BBAയുടെ ഒരു കോഴ്സ് ഏവിയേഷനും കൂടെ ഉള്ളത്, അതിൻ്റെ അഡ്മിഷൻ്റെ ഒരു ഇത് വന്നു. ആകെ 50,000 രൂപ അടച്ചാൽ മതിയായിരുന്നു ഞങ്ങൾക്ക്. അത് 3 വർഷത്തേക്ക് 50,000 രൂപ.
6 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കേണ്ടത് 50,000 രൂപ കൊടുത്ത് മാത്രം പഠിക്കുന്ന രീതിയിലായി. അപ്പോൾ അന്ന് മോൾക്ക് സ്റ്റൈഫൻഡ് വരികയും 5,000 രൂപ സ്റ്റൈഫൻഡ് വരികയും അന്ന് തന്നെ ഞങ്ങൾ അതിലേക്ക് വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 5,000 രൂപ ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞ്. എറണാകുളത്താണ് അതിൻ്റെ ഓഫീസ്. അവിടെ ഞങ്ങൾ കൊണ്ടുപോയി അത് മോള് കൊണ്ടുപോയി ഫീസൊക്കെ അടച്ചു. അവിടെ അതിൽ ചേർന്നു. ഇപ്പം കോഴ്സ് കഴിയാൻ പോകുന്നു. അതും പരിശുദ്ധ അമ്മയുടെയും യേശുപ്പച്ചൻ്റെയും കാരുണ്യം കൊണ്ട് മാത്രമാണ്. കാരണം ഞങ്ങൾ ആരും സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല. പലരുടെ അടുത്തോടും ഞങ്ങൾ ചോദിച്ചു, പക്ഷേ ആരും അങ്ങനെ ഒരു ഹെൽപ്പും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇത് കണ്ടത്. അതെല്ലാം കാണിച്ചു തന്ന ദൈവത്തിന് നന്ദി പറയുന്നു.